ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു നെക്ക് പാറ്റേൺ സ്റ്റിച്ചിങ് കട്ടിങ്ങും കാണാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ പേസ്റ്റിംഗ് പേപ്പർ അതിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ ഒരു 3 ഇഞ്ചും 5 ഇഞ്ചും മുകളിൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ലെങ്ത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ, ഇപ്പോൾ എനിക്ക് 6 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ചും 6 ഇഞ്ചും കൂടെ ജോയിൻ ചെയ്ത് അവിടെ ഒരു വട്ടത്തിലുള്ള കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 7 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഹൊറിസോണ്ടലിയും മാർക്ക് ചെയ്തു. അപ്പം നമുക്കിത് എൻഡ് വരെ ആ 5 ഇഞ്ചും ഈ താഴെ കാണുന്ന 3 ഇഞ്ചും എൻഡ് വരെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എൻഡ് വരെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇതിൽ കാണിച്ചപ്പോൾ ഞാൻ അത്ര വരെ കാണിച്ചുള്ളൂ, പക്ഷേ എൻഡ് വരെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് കഴുത്തിന് മാർക്ക് ചെയ്തത് നമ്മളതൊന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ഞാൻ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ അളവെടുത്തത്, അല്ലാണ്ട് അതിന് മേളിൽ വെച്ചല്ല അളവെടുത്തത്. കാരണം നമ്മുടെ മേളിൽ ചിലപ്പോൾ ഈ പേപ്പർ 2ആയിട്ട് മടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ലെവലിൽ വരാൻ വേണ്ടി അവിടെ ഒരു മാർക്കിങ് നേരെ ഹൊറിസോണ്ടലൊരു വര കൊടുത്തതിന് ശേഷം കാണാൻ പറ്റും. വര കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഓരോന്നും ആ വരയിൽ നിന്നാണ് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം നമ്മൾ നടുക്ക് നമ്മളൊരു വര 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മൾ പതുക്കെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇതാണ് ഞാൻ വളരെ സ്ലോയിലാണ് കട്ട് ചെയ്യണത്, കാരണം തെറ്റിപ്പോണ്ട എന്ന് കരുതിയിട്ട്. ഇപ്പോൾ അതെ നമ്മുടെ ഡിസൈൻ കിട്ടി, നോക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഏത് തുണിയാണോ നമ്മൾ എടുക്കുന്നത് ആ തുണിയുടെ അകവശത്തെ ഇത് വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം സൈഡിൽ കുറച്ച് സ്പേസ് വെച്ചിരിക്കണം. ആ സ്പേസ് നമ്മൾ മടക്കി വെച്ചേക്കുക. അപ്പം ഞാൻ മടക്കി തേച്ചു, അങ്ങനെ ആകുമ്പം കറക്റ്റായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ തയ്ക്കുമ്പോൾ അത് ഇളകി വരും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മടക്കി തേച്ച് കൊടുത്തു, അയൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ആ വട്ടത്തിലുള്ള കഴുത്ത് നമ്മൾ വരച്ചിട്ടുണ്ടായില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ ചുരിദാറിൻ്റെ അകം വശത്ത് ആണ് ഇത് വച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇനി ഇത് തിരിച്ചു കൊടുക്കും, അപ്പോൾ പുറം വശത്തേക്ക് ഇത് വരും. ഞാൻ വളരെ സ്ലോയിലാണ് ആ വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ആ പേപ്പറിൽ ടച്ച് ചെയ്യാതെ അതിനരികത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യണം, കാരണം നമുക്ക് നടുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. വളരെ സ്ലോയിൽ തിരിച്ചിട്ട് വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യണത്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റാം. അപ്പോൾ അത് വരാതിരിക്കാൻ വളരെ സ്ലോയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അരികിലും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും, അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സ്റ്റിച്ചിങ് വിട്ടു പോകരുത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ബാക്കിയുള്ള ആ വട്ടക്കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ആ പേപ്പറിൽ മുട്ടുന്നില്ല, പേപ്പറിനോട് ചേർന്നാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ഇഞ്ച് വിടണം, അല്ലെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിൽ ടച്ച് ചെയ്യരുത്. ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നടുക്കും വളരെ സൂക്ഷിച്ച് തയ്യലിൻ്റെ 2 സൈഡിലും തയ്ച്ചതിൻ്റെ നടുക്ക് കൂടെ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ തയ്യലിൽ അറിയാണ്ടെങ്കിലും കട്ട് വീണ് പോയാൽ ഇത് അങ്ങ് പോവും, പാറ്റേൺ അങ്ങ് ഇല്ല, ചീത്തയായി പോവും. അപ്പം അത് നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം, വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ അതിലൊരു സൈഡിലും കൂടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. അപ്പോഴും തയ്യൽ വിട്ടു പോകരുത്, വളരെ സൂക്ഷിച്ച് വളരെ സ്ലോയിൽ ചെയ്യുക. ഇനി നമ്മൾ സൈഡിലൊക്കെ ഇതുപോലെ ആ തയ്യലിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് മടക്കുമ്പോൾ കറക്റ്റായിട്ട് മടങ്ങി വരാൻ ഇതിന് സാധിക്കുകയുള്ളൂ. നമ്മളത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മളത് തിരിച്ചിടുക. അപ്പോൾ എഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക.
ഇവിടെയൊക്കെ കയറിയിരിക്കുന്നതൊക്കെ ഞാനൊന്ന് കറക്റ്റായിട്ട് ഷാർപ്പൺ ചെയ്ത് കൊടുക്കും. ഒരു എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊന്ന് കുത്തി ശരിക്കാക്കി ഇതൊക്കെ കണ്ടോ എല്ലാം കറക്റ്റായി വന്നു. അയൺ ചെയ്ത് കഴിഞ്ഞു. പീസ് എടുക്കുക, ഒരു 10 ഇഞ്ചും 4 ഇഞ്ചും വരുന്ന ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടായിട്ടും മടക്കി അവിടെയും അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനൊരു കമ്പോ കോലോ ഒക്കെ വെച്ച് അകത്ത് കൂടെ ഇട്ട് നമ്മൾ പൈപ്പിംഗ് തിരിച്ചിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇതും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ട് പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പഞ്ഞിയകത്ത് പഞ്ഞി നല്ല റൗണ്ട് പോലെ ചുരുട്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ആ തുണിയുടെ മറ്റേ വശം, അതായത് മടക്കി അടിക്കാത്ത വശം നമുക്കിങ്ങനെ നമ്മുടെ മെയിൻ തുണിയുടെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടണും കൂടെ വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ പോട്ട്ലി ബട്ടൺ വെച്ച് അടിക്കുമ്പോൾ ഇപ്പോൾ ഫൂട്ട് അത് ഇപ്പോൾ നമ്മൾ സാധാരണ തയ്യലിൻ്റെ ഫൂട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് വയ്ക്കാൻ. അത് വളരെ സൂക്ഷിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ സിംഗിൾ ഫൂട്ടായിരിക്കണം, അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പോട്ട്ലി ബട്ടണും കൂടെ വെച്ചാണ് അടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ അതായത് റൗണ്ട് കഴുത്തിൻ്റെ ആ സൈഡൊന്ന് അടിച്ചടിച്ച് കൊണ്ടുവന്ന് അവിടെ എത്തുമ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ആ പീസോടുകൂടെ ചേർത്ത് ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പീസ് അടിയിലിരിപ്പണ്ട ആ 10x4 പീസ് നമ്മൾ വെച്ചില്ലേ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഈ സൈഡും ലെഫ്റ്റ് സൈഡും കൂടെ ഞാൻ ചേർത്ത് വെച്ച് പഠിക്കുകയാണ്. ആ ഒരു ഭാഗം മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കാണാൻ പറ്റാതെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ചേർത്ത് വെച്ചിട്ട് അടിക്കുക. ഇനി കംപ്ലീറ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള റൗണ്ട് കഴുത്തിൻ്റെ ബാക്കിയുള്ള വശം കൂടെ അടിച്ച് അത് ഫിനിഷ് ചെയ്യുക. ഭയങ്കരമായിട്ട് വലിച്ചു പിടിക്കാനൊന്നും പാടില്ല, അങ്ങനെ വരുമ്പോൾ തെറ്റിപ്പോവും. ഇനി ഞാനൊരു ലേസ് അടിയിലൂടെ വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ അടിച്ചിട്ട് വെക്കണമല്ലോ. അപ്പോൾ ഒരു ലേസും കൂടെ വെച്ച് അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ഒരു ലേസും കൂടെ അടിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത്. അത് 3 പുറം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ നെക്ക് പാറ്റേൺ ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.